വ്യത്യസ്ത ദിശയിലേക്ക് യാത്ര ചെയ്യുന്ന രണ്ടുപേർ ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ജീവിതം ഏറ്റവും മനോഹരമാവുക എന്നല്ലേ നമ്മൾ പറയാറ്. എന്നാൽ ജീവിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും ഒരേ സമയം ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്താലോ? അത്തരത്തിലുള്ളൊരു അപൂർവതയുടെ കഥയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കണ്ണൂർ ചെറുപുഴ പാടിയോട്ടുചാലിലെ പുത്തൻപുരയ്ക്കൽ ജോമോനും ഭാര്യ ജിജിനയുമാണ് ഈ ഭാഗ്യ ദമ്പതികൾ. ചെറുപുഴ തയ്യേനി വെള്ളരിക്കുണ്ട് പാണത്തൂർ റോട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമാണ് ജോമോനും ജിജിനയും. ഭർത്താവിനൊപ്പമുള്ള ജോലി ഏറെ ആഗ്രഹിച്ച് ഹെവി ലൈസൻസും കണ്ടക്ടർ ലൈസൻസും ജിജിന സ്വന്തമാക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 13 വർഷമായെങ്കിലും ഒരു ദിവസം പോലും ഭർത്താവിനെ പിരിഞ്ഞിരുന്നിട്ടില്ലെന്ന് ജിജിന പറയുന്നു. വാഹനങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് ജിജിനയ്ക്ക്. ജോമോൻ ഓടിക്കുന്ന വാഹനങ്ങൾ ഓടിച്ചു നോക്കുകയായിരുന്നു ഹോബി. അങ്ങനെയാണ് ജോമോന്റെ നിർബന്ധപ്രകാരം ഹെവി ലൈസൻസും ഒപ്പം കണ്ടക്ടർ ലൈസൻസും എടുക്കുന്നത്. ഇപ്പോൾ 1.5 മാസമായി ഒരാൾ വളയം പിടിക്കുന്നു, മറ്റേയാൾ ടിക്കറ്റ് മുറിക്കുന്നു. ചേട്ടായി നേരത്തെ ഹെവി എടുക്കുന്ന ആളാണ്. അപ്പം വണ്ടി ഏത് വീട്ടിൽ കൊണ്ടുവന്നാലും എനിക്കൊരു ഓടിച്ചു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി ഭയങ്കര ക്രേസാണ്. അപ്പം കല്യാണം കഴിഞ്ഞൊരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വണ്ടി സ്റ്റിയറിങ് പഠിപ്പിച്ച് തുടങ്ങി. അങ്ങനെയായി 4 വീലർ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നാഷണൽ പെർമിറ്റ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാനൊന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പായി. അപ്പോൾ ഇങ്ങനെ ഫുൾ സപ്പോർട്ട് ചെയ്തു, നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ലൈസൻസ് എടുക്കാൻ പോയി പറഞ്ഞാൽ നമ്മൾ കണ്ടക്ടർ ലൈസൻസും കൂടി എടുക്കാം ഹെവിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടക്ടർ ലൈസൻസ് എടുക്കുന്നത്. കണ്ടക്ടർ മേഖലയിലേക്ക് വരണത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒന്നിച്ച് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് കണ്ടക്ടർ ഡ്യൂട്ടി ചെയ്യാൻ മാത്രമേ പറ്റൂ. കാരണം ചേട്ടായി ഡ്രൈവർ അങ്ങനെ ഒരേ ബസ്സിൽ പോകണമെങ്കിൽ അതല്ലേ നടക്കും. അതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇതിലുള്ളത്. കാരണം ഇങ്ങനോട് ആയതുകൊണ്ട് കൂടുതൽ ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ മാറി നിന്നിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ആകുമ്പോൾ കുഴപ്പമില്ല. ഞാൻ പുറത്തോട്ടൊക്കെ പോകാൻ എക്സാമൊക്കെ എഴുതിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊന്നും വേണ്ട, രണ്ടുപേരും കൂടെ ഇവിടെ തന്നെ നിന്ന് സെറ്റ് ആവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മുന്നോട്ടെങ്ങനെയാണെന്ന് ഉറപ്പില്ല നമുക്ക്. ഒരേ ബസ്സിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ആദ്യ ദമ്പതികളാണ് ജോമോനും ജിജിനയും. ബസ് യാത്രയിൽ മാത്രമല്ല ജീവിതയാത്രയിലും ഇവർ ഒറ്റക്കെട്ടാണ്. 6ാം ക്ലാസ്സുകാരി ജോവാന ട്രീസയും UKG വിദ്യാർത്ഥി ജോഷ്വ ജോമോനുമാണ് മക്കൾ. ഞാൻ 98 ഡ്രൈവിംഗ് ഫീൽഡിൽ ജീപ്പിലൊക്കെ ആയിട്ട് വന്നതാണ്. 2007 മുതൽ ബസ് ഫീൽഡിലാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ ചില സമയങ്ങളിൽ ലോറിയിലും പോകുമായിരുന്നു. നാഷണൽ പെർമിറ്റ് ടൂറിസ്റ്റ് മേഖലയിലായിരുന്നു, ടൂറിസ്റ്റ് വണ്ടിയിലായിരുന്നു. പിന്നെ കോട്ടയം വണ്ടി നൈറ്റ് സർവീസിൽ കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ ഈ വണ്ടി വന്നതിന് ശേഷമാണ് പകൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് പോകാലോ. എൻ്റെ ഫ്രണ്ട്സാണ് ഓണേഴ്സ്. അവരിങ്ങനെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്, വരാമോന്ന് ചോദിച്ച് അങ്ങനെ വന്ന് ഇതാക്കി. അച്ഛനും അമ്മയും രാവിലെ 7:30 ജോലിക്ക് കയറിയാൽ വൈകിട്ട് 6:30 വീട്ടിലെത്തുക. മുത്തച്ഛനും മുത്തശ്ശിയുമായ ബാബുവും ആലീസുമാണ് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കുടുംബ സുഹൃത്തായ പുതുപ്പറമ്പിൽ ബാബു, കണ്ടക്ടർ ജോലി പഠിപ്പിച്ച സുനീഷ് കുന്നുംകൈ, ബസ് ഉടമകളായ സണ്ണി, സുഭാഷ്, സജി, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, നല്ലവരായ യാത്രക്കാർ എല്ലാവരുടെയും പിന്തുണ തങ്ങൾക്ക് ഏറെ സഹായകമാണെന്ന് ജിജിന പറയുന്നു. 3 Dots Media, പയ്യന്നൂർ.